ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ക്യാമ്പസുകളും കടന്നു കഴിഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വിഷയങ്ങളാകും രാജ്യത്ത് പ്രധാനമായും ചർച്ചയാവുക? ഒരിക്കൽ കൂടി BJP സർക്കാർ അധികാരത്തിലെത്തുമോ? കേന്ദ്ര സർക്കാരിനെതിരെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കുമോ? ക്യാമ്പസുകളിൽ നിന്നുള്ള വൈബ് അറിയാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മോഡി വേണ്ട എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറയാനുള്ളത്. ഒരുപാട് കാരണങ്ങൾ നമുക്കറിയാം. ഇന്ത്യയുടെ ഭരണഘടനയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ ഭരണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആരാണോ നല്ലത് തോന്നുന്നു അവർക്ക് വോട്ട് ചെയ്യും. അല്ലാതെ പാർട്ടിപരമായിട്ടൊന്നും എനിക്ക് വലിയ ഇതൊന്നുമില്ല, താല്പര്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. കേരളം കഴിഞ്ഞ പിന്നെ മൊത്തം BJPൻ്റെ കയ്യിലാണല്ലോ. കുറച്ച് ബുദ്ധിയോടെ ചിന്തിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല തോന്നുന്നു. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ എല്ലാ സഖ്യകക്ഷികളും കൂടി ചേർന്നതാണല്ലോ. അപ്പോൾ ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ ഈക്വലി ചാൻസ് വരാനുള്ള കേരളത്തിൽ ഇടതുപക്ഷത്തിന് എത്രത്തോളം സാധിക്കും? മലപ്പുറത്ത് ജയിക്കാൻ സാധ്യത കുറവാണ്. കഴിഞ്ഞ അതിൽ ജയിച്ചിട്ടില്ല. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികളുടെ പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു കയറരുത് ഒരിക്കലും. രാഷ്ട്രീയം വേറെ, പേഴ്സണൽ ലൈഫ് വേറെ. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യമില്ല പൊതുവെ. ആർക്ക് വോട്ട് ചെയ്യും? BJPക്ക് ചെയ്യലുണ്ടാവില്ല. വോട്ടൊക്കെ ഉണ്ട്. ഒരു ഉറച്ച തീരുമാനത്തിൽ അവർ വരുന്നുള്ള രീതിയിലാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് ബഡ്ജറ്റ്. ചാൻസ് ഉണ്ട്, ചാൻസ് കൂടുതലുണ്ട്. അവർ തന്നെ വരാനാണ് ചാൻസ്. മോദി സർക്കാർ ഇപ്പോൾ അധികാരത്തിൽ വരുന്നതിൽ പല പോരായ്മയുണ്ട്. വയനാട്ടിലെ നിലവിൽ കഴിഞ്ഞ ഇലക്ഷനകത്ത് രാഹുൽ ഗാന്ധി മത്സരിച്ചൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട, അവിടുത്തെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്തിട്ട് പോലും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മിനിമലായിട്ട് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിറവേറ്റാത്ത സ്ഥിതിയുണ്ട്. എനിക്ക് ഈ പാർട്ടിയിലേക്ക് അത്ര സംഭവം കൊടുക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അങ്ങനെ ഒരു യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ല. വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യണം എന്നാണ് അഭിപ്രായം. പാർട്ടി ഒരിക്കലും ഒരു ഘടകമാവരുത്. UDF വരുമല്ലോ ശരിയാവും, വരുമല്ലോ ശരിയാവും. കേന്ദ്ര കോൺഗ്രസ് വരും. മോദി വരുമോ എന്നുള്ളത് അറിയില്ല. എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഒരു മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് വരണം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരണം തന്നെ ആഗ്രഹിക്കുന്നു. തീർച്ചയായും തെരഞ്ഞെടുപ്പുകൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യണം, മനുഷ്യൻ്റെ വികാരങ്ങളെ ചർച്ച ചെയ്യണം, വികസനങ്ങളെ ചർച്ച ചെയ്യണം, ദൈവങ്ങളെ മാറ്റി നിർത്തണം എന്നാണ് പറയാനുള്ളത്. ഒരു പ്രതീക്ഷ, അടുത്തൊരു ഭരണം രാഹുൽ ഗാന്ധി കിട്ടുമെന്നുള്ള പ്രതീക്ഷ വളരെയേറെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ക്യാമ്പസിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യാമ്പസിൽ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ആവശ്യമുണ്ട്. ആ ആവശ്യം നടത്തി തരുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതാണ് രാഷ്ട്രീയം ഒന്നാമത്തെ ഇവിടെ. അതുപോലെ തന്നെ മോദി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് തെറ്റോ ശരിയോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.